വേദങ്ങളുടെ ഉത്ഭവം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവ ദൈവങ്ങളാൽ അക്കാലത്തെ മഹത്തായ സന്യാസിമാർക്ക് ഉച്ചരിച്ചതാണെന്നും അവ താളിയോലകളിൽ ആലേഖനം ചെയ്യപ്പെടുന്നതിനു മുമ്പ് നിരവധി തലമുറകളിലേക്ക് വാമൊഴിയായി കൈമാറിയെന്നും പറയപ്പെടുന്നു. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങളുണ്ട്. അവയെ ഒരുമിച്ചാണ് ചതുർവേദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓരോ വേദത്തിലും സംഹിതകൾ, ഗീതങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആചാരങ്ങൾ, ആരണ്യങ്ങൾ, ദൈവശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ, തത്വചിന്തകൾ എന്നിങ്ങനെ 4 ഭാഗങ്ങളുണ്ട്. മന്ത്രങ്ങളുടെയോ ശ്ലോകങ്ങളുടെയോ ശേഖരത്തെ സംഹിത എന്ന് വിളിക്കുന്നു. ബ്രാഹ്മണങ്ങൾ ആചാരപരമായ ഗ്രന്ഥങ്ങളാണ്. അതിൽ കൽപ്പനകളും മതപരമായ കടമകളും ഉൾപ്പെടുന്നു. ഓരോ വേദത്തിനും നിരവധി ബ്രാഹ്മണങ്ങളുണ്ട്. ഉപനിഷത്തുകൾ വേദത്തിന്റെ സമാപന ഭാഗങ്ങൾ രൂപപ്പെടുത്തുന്നു. അതിനാൽ വേദാന്തം അല്ലെങ്കിൽ വേദത്തിന്റെ അവസാനം എന്ന് വിളിക്കപ്പെടുന്നു. കൂടാതെ വേദോപദേശങ്ങളുടെ സാരാംശം അടങ്ങിയിരിക്കുന്നു. ഉപനിഷത്തുക്കളും ആരണ്യകങ്ങളും തത്വചിന്താപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ബ്രാഹ്മണങ്ങളുടെ സമാപന ഭാഗങ്ങളാണ്. ആത്മീയ അറിവ് നേടുന്നതിനായി സമൂഹം വിട്ട് വനത്തിൽ വസിക്കുന്ന വാനപ്രസ്ഥർക്ക് ആരണ്യകങ്ങൾ, വനഗ്രന്ഥങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്.